ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നാണെങ്കിൽ ഓൾറെഡി ലേറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മൈൻഡ് ഇപ്പം എങ്ങനെ ഒന്ന് റിലാക്സ് ആയി ഒന്ന് സെറ്റ് ആക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഫുഡ് അടിക്കാനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയത്. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ നേരെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ പോയിണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കോപ്പർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ നാട്ടാർത്തിയായിട്ടും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കോപ്പർ കിച്ചണിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നല്ലൊരു ചായ ആയിരുന്നു കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചായ ഓർഡർ ആക്കി. ചായ എനിക്ക് അത്ര അങ്ങോട്ട് പറ്റിയില്ല, മധുരം ഇല്ലായിരുന്നു, എനിക്കൊരു സുഖം പോരായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ക്വാർട്ടർ മന്തിയും അതേപോലെ രണ്ട് മറ്റേ എന്താ പറയുക, തമിഴ്നാട് കല്യാണ ബിരിയാണി എന്നാണ് അവിടെ പറയുന്നത്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു ബിരിയാണി ആയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എനിക്കൊരു 3 പീസോളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, ഒരു എഗ്ഗ് ഉണ്ടായിരുന്നു, പിന്നെ എക്സ്ട്രാ നമുക്ക് തൈര്, പിന്നെ വേറെ എന്തൊക്കെ 2 സാധനം കൂടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ചേച്ചിയും ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മു ക്വാർട്ടർ മന്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മന്തിയും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോൾ ആദ്യം കൺഫ്യൂഷൻ ഇപ്പോൾ എന്തപ്പോൾ നമ്മൾ ഓർഡർ ആക്കാന്നുള്ളത്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ സജസ്റ്റ് ചെയ്തെന്ന ഈ ഒരു ബിരിയാണി അടിപൊളിയാണ്, ഇത് കഴിച്ചു നോക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ബിരിയാണി കഴിക്കുന്നത്. അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. തമിഴ്നാട് കല്യാണ ബിരിയാണി എന്നാണ് അവിടെ എല്ലാവരും ഇതിന് പറയുന്നത്. പിന്നെ ക്വാണ്ടിറ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് അത് ഫുള്ളും, അതായത് ഞാൻ ഫുള്ളും കഴിച്ചിരിക്കണ്, ബട്ട് അത് ഞാൻ വേസ്റ്റ് ആക്കരുതെന്ന് വിചാരിച്ച ആ ഒരു രീതിയിലാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് അത്യാവശ്യം നമ്മുടെ വയറ് ഫുള്ളാവാൻ പറ്റിയ രീതിക്കുള്ള ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ അവിടുത്തെ സ്റ്റാഫ് അത് എടുത്ത് തന്നെ പറയണം, എന്താ പറയുക, അടിപൊളിയേനു. നേപ്പാളീസ് ഗേളങ്ങാനായിരുന്നു തോന്നുന്നുണ്ട്. നല്ല വൃത്തിക്ക്, നമ്മളെയും കാട്ടി വൃത്തിക്ക് മലയാളം പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് നന്നായിട്ട് മലയാളം പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പം ആ സ്റ്റാഫ് എന്താ പറയുക, നമ്മുടെ ഫോണിൽ അവരുടെ സ്കാനർ സ്കാൻ ചെയ്യിപ്പിച്ചിട്ട് 5 സ്റ്റാർ അവർ തന്നെ നമ്മളെ കൊണ്ട് ഫുള്ള് ഇടിപ്പിച്ച് ഒക്കെ സെറ്റാക്കി. എന്താ പറയുക, അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പെരുമാറുണ്ടായിരുന്നത്. ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പള്ളം കൊണ്ട് ഫുള്ളായപ്പോൾ പിന്നെ എനിക്ക് വണ്ടി ഓട്ടി വീട്ടിലെത്തുന്നത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ചേച്ചിയും അമ്മുവും അങ്ങനെ അങ്ങോട്ട് കാറിൽ പോയി. ഞാൻ നേരെ വണ്ടിക്ക് വീട്ടിലേക്കും പോയി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.